ഹലോ ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ 2 വർഷവും തമിഴ്നാട് മൊത്തത്തിൽ വിജയമായോ. എല്ലാവർക്കും അറിയാലോ കാര്യം എന്തെന്ന് പറഞ്ഞാൽ 50 വർഷം കൊണ്ട് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന DMK ADMK അങ്ങനെ ഈ കഴിഞ്ഞ ഇലക്ഷനോടെ അവര് നമ്മുടെ ദളപതി വിജയ് എടുത്ത് മുട്ടുകുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിയാലോ, എല്ലാവർക്കും അറിയാലോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ. അങ്ങനെ ഈ കഴിഞ്ഞ 2026 ഇലക്ഷനിൽ വിജയ് 108 സീറ്റുമായിട്ട് വിജയിന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം അങ്ങനെ നല്ല മെജോറിറ്റി സീറ്റുമായി തമിഴ്നാട്ടിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 50 വർഷത്തെ സർക്കാർ ഭരണം ആ ഒരൊറ്റ മനുഷ്യൻ വന്ന് മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദളപതി വിജയ് പുതിയതായി ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള ഒരു തമിഴ്നാട്ടിലൊരു വിചാരമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ജയിച്ചുകൊണ്ടുവന്നിരുന്ന ഒരു കലഞ്ഞറിന്റെ പാർട്ടി DMKയും പിന്നെ നമ്മുടെ MGR ജയലളിതയുടെ പാർട്ടി ADMK ആണ്. അവര് 50 വർഷം കൊണ്ട് കാണുന്ന ഇവര് ഒരു 5 വർഷം ജയിക്കുമ്പോൾ അവർ 5 വർഷം. നമ്മൾ കേരളത്തിൽ അതേപോലെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരൊരു ഇലക്ഷൻ വരുന്നു. അതിലേക്ക് മുൻപേ വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിന് തമിഴക വെട്ടിക്കഴകം എന്ന് പേരിടുന്നു. എല്ലാവരും പൊതുവെ തമാശയോടെ പരിഹസിച്ച് വിജയ് ഒന്നും നേടില്ല, ഒരു സീറ്റ് പോലും നേടില്ല, വിജയ് കൂടിപ്പോ ഒരു സീറ്റായിരിക്കും നേടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കി മൊത്തത്തിൽ ഇതായിരുന്നു. എന്നിട്ടും ഗ്രൗണ്ട് വർക്കും നല്ല വർക്കിങ്ങുമായിട്ടാണ് വിജയ് പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വർക്കോടെയാണ് വിജയ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇലക്ഷൻ വന്നു. ഒരു സുപ്രഭാതത്തിൽ അതിന്റെ റിസൾട്ടും വന്നു. May 4 എല്ലാവരും അന്തം വിട്ടുപോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും പാരമ്പര്യമായിട്ട് ജാമ്പവാന്മാർക്ക് വാഴുന്ന ആ 2 പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്നലെ പാർട്ടി തുടങ്ങിയ വിജയ്ക്ക് 108 സീറ്റ്. ആലോചിച്ചത് സ്റ്റാലിൻ മുന്നെടുത്ത് ജയിക്കാൻ പോലും സ്റ്റാലിന് കഴിഞ്ഞില്ല. അത്രയ്ക്കൊരു തമിഴ്നാട്ടിലൊരു എന്തെങ്കിലും ഒരു ട്രെൻഡായി മാറി വിജയ് എന്നുള്ള ഓൾമോസ്റ്റ് ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞിരിക്കുന്നു. വിജയ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഭയങ്കരമായിട്ട് ട്രെൻഡായി കഴിഞ്ഞു. അങ്ങനെ വിജയുടെ പാർട്ടി തമിഴക വെട്ടിക്കഴകം 108 സീറ്റുമായിട്ട് അങ്ങനെ ലീഡ് ചെയ്തിരിക്കുകയാണ്. മെജോറിറ്റി സീറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ വിജയ്ക്ക് ഇനി CM ആവണമെങ്കിൽ മെജോറിറ്റി ആയിട്ട് 118 സീറ്റ് വേണം. പക്ഷേ 108 സീറ്റ് വേണം, 10 സീറ്റും കൂടി വേണം. അങ്ങനെ കൂട്ടുകക്ഷി എന്ന് പറയും. കൂട്ടുകക്ഷി എന്ന് പറഞ്ഞാൽ അലയൻസ് വെക്കാം. നമ്മൾ അലയൻസ് വെക്കുക എന്നുവെച്ചാൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് CM ആവണമെങ്കിൽ 118 സീറ്റിലോട്ട് എത്തേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വേറെ കക്ഷിക്കാരായിട്ട് അലയൻസ് വെക്കും. അങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിജയ് കോൺഗ്രസ്, CPI, CPM, പിന്നെ VNC എന്നീ 3-4 പാർട്ടിയായിട്ട് അലയൻസ് ആയി അങ്ങനെ 118 സീറ്റുമായിട്ട് അങ്ങനെ ദളപതി വിജയ് അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ. ഇതൊരു എന്തു പറയാ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ചരിത്രപരമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആന്ധ്രയില് NTR ശേഷം ഇത്രയും ഒരു ഫസ്റ്റിലെ പാർട്ടി രൂപീകരിച്ച് ആ ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ വിജയിക്കുന്നതെന്ന് വേറെ ആരുമില്ല. എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ NTR, അത് കഴിഞ്ഞ് എനിക്ക് തമിഴ്നാട്ടിൽ വിജയ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് സത്യമായ വിജയ്. ആലോചിച്ച് നോക്കിയാണ് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ കുളത്തൂർ തൊകുതി എന്ന് പറഞ്ഞാൽ കുളത്തൂർ മണ്ഡലം. അവിടെ കുളത്തൂർ മണ്ഡലത്തിൽ MK സ്റ്റാലിൻ തോറ്റിരിക്കുകയാണ്. അതും വിജയിയുടെ പാർട്ടിയായ TVK സ്ഥാനാർത്ഥിയായ VC ബാബു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി MK സ്റ്റാലിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇതിലും വലിയ നാണക്കേട് സത്യം പറഞ്ഞ സ്റ്റാലിനുണ്ട്. ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതും തോറ്റുകൊണ്ട് അവിടെ കുളത്തൂർ എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ തോറ്റുകൊണ്ട് അപ്പോൾ ആലോചിച്ചത് അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം. വല്ലാത്തൊരു ഇതായിരുന്നു. ഇത്രയും ജാമ്പവാന്കൾ 50 കൊല്ലമായിട്ട് പിടിച്ച് വാഴുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഒറ്റ ദിവസം കൊണ്ട് ഒരു വിജയ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതിലും വലിയ അടി സ്റ്റാലിന് ഒരിക്കലും പ്രതീക്ഷ കാണില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുളത്തൂരിൽ തോക്കുമെന്ന് ഒരിക്കലും സ്റ്റാലിൻ പ്രതീക്ഷ കാണില്ല. പക്ഷെ അവിടെ ഗ്രൗണ്ട് വർക്ക്, വിജയ പാർട്ടിയിലെ ഗ്രൗണ്ട് വർക്ക് അത്രയ്ക്കും കൊള്ളായിരുന്നു. നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്ത് വിജയ് മുന്നേറി ആ പാർട്ടിയിൽ സ്റ്റാലിനെ തോൽപ്പിച്ചു. അത് വല്ലാത്ത തോൽവിയായിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ സിറ്റിംഗ് CM DMK സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് CM അവിടെ കുളത്തൂർ മണ്ഡലത്തിൽ തോറ്റ് വിജയ് പാർട്ടി സ്ഥാനാർത്ഥിയിലൂടെ തോറ്റിരിക്കുകയാണ്.
വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് വിജയ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിനേക്കാളും ഇതെന്ന് പറയുന്നത് എ ഡി എം കെയും DMK-യിൽ കൂട്ടുകക്ഷികളായ കോൺഗ്രസ്, CPM, CPI, VNC ഇത്രയും പാർട്ടികളിൽ കൂടെയൊക്കെയാണ് DMK ഭരിച്ചത്. ADMK ആണെങ്കിൽ BJP, NDA അങ്ങനെ 2-3 കക്ഷി, ഇവരെല്ലാവരും കൂട്ടുകക്ഷിയായിട്ടാണ് വിജയനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും മൊത്തത്തോടെ വിജയിലൂടെ മത്സരിച്ചത്. സത്യം പറഞ്ഞാൽ DMK ആണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. DMK ആയിരിക്കും വരുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം മാറ്റി തിരുത്തിക്കൊണ്ട് വിജയിയുടെ പാർട്ടി തമിഴക വെട്ടിക്കഴകം അങ്ങനെ 108 മെജോറിറ്റി സീറ്റുമായിട്ട് അങ്ങനെ ഭരണത്തിലോട്ട് വരണം. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത മുഖ്യമന്ത്രി വിജയ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അലയൻസ്, വിജയിയുടെ പാർട്ടിയായിട്ട് അലയൻസ് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടെ CPM-ഉം CPI-യും കൂടി അലയൻസ് പ്രഖ്യാപിച്ചു. അങ്ങനെ 118 സീറ്റുമായിട്ട് അങ്ങനെ അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി അങ്ങനെ വിജയാവുകയാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. എന്തായിരുന്നാലും ഒരു തമിഴ്നാട്ടിൽ ഒരു പുതിയൊരു ചരിത്രം തന്നെ തിരുത്താൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടും ഇതൊരു വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. എന്തായിരുന്നാലും എന്താകുമെന്ന് നോക്കാം. എന്തായാലും സ്റ്റാലിൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും വിജയ് മന്ത്രിയായി പാർട്ടി തുടരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് TVK-യുടെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ കാസ്റ്റ് ഇക്വേഷൻ ഇല്ല. കാസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TVK-യുടെ എല്ലാ സ്ഥാനാർത്ഥികളും കാസ്റ്റ് നോക്കിയാൽ ഇവിടെ ഒരു ഈ മറ്റേ നമ്മൾ പറഞ്ഞ DMK ആയിരുന്നാലും ADMK ആയിരുന്നാലും പാർട്ടിയിൽ അവരെ ജാതി വോട്ട് എന്ന് പറയുന്ന കുറേ സാധനമുണ്ട്. ജാതി വോട്ടും കുറച്ച് ജാതീതര കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവരെ 2 പാർട്ടിയിൽ. പക്ഷേ TVK-ക്ക് പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. അതൊരു സ്പെഷ്യൽ ഘടകമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടുമിക്ക തൊകുതി എന്ന് പറഞ്ഞാൽ മണ്ഡലങ്ങളിലും TVK-യുടെ സ്ഥാനാർത്ഥികൾ യങ് ജനറേഷൻ ആൾക്കാരും അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുമാണ് TVK-യുടെ മെയിൻ സ്ഥാനാർത്ഥികൾ. അത് പക്ഷെ വല്ലാത്തൊരു ഘടകം തന്നെയാണ് TVK-യുടെ. എന്തുകൊണ്ടും തമിഴ്നാട്ടിലെ ആൾക്കാർ ഒരു നിമിഷം ചിന്തിച്ച് കാണും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരെ, ജാതി നോക്കാത്ത സാധാരണക്കാരായ ആൾക്കാരെയാണ് അവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വിജയ് നിർത്തിയത്. ഇതും കൊണ്ട് ആവും എനിക്ക് ചിലപ്പോൾ വിജയുടെ പാർട്ടി ഇത്രയും സീറ്റ് പിടിച്ചത്. കാരണം ആൾക്കാർ നോക്കിയപ്പോൾ നല്ല പാർട്ടി, നല്ല എന്തുകൊണ്ടും മെച്ചപ്പെടുത്തുന്നത് DMK-യുടെ ഇതിനേക്കാളും ADMK-നെ കാട്ടി എന്തുകൊണ്ടും മെച്ചപ്പെട്ട. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും TVK-ക്ക് ഒരു മുൻഗണന തന്നെ ഉണ്ട്. TVK ജാതി നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തി. അതൊരു മെയിൻ പ്രയോറിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അണ്ണ, MGR, കലഞ്ഞർ, ജയലളിത ഇവർക്ക് ശേഷം തമിഴ്നാട് ഒരു വലിയൊരു മാറ്റത്തിനായിട്ട് വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും വിജയ് ഇമ്പാക്ട് അത് ഒരു വല്ലാത്ത ഘടകം തന്നെ ആയി മാറുകയാണ്. പ്രിയപ്പെട്ട എന്തായിരുന്നാലും അണ്ണ, MGR, ജയലളിത, കലഞ്ഞർ ഇവർക്ക് ശേഷം ഇവിടെ ദളപതി വിജയ് എന്ന് പറഞ്ഞ് വിജയുടെ ബ്രാൻഡ് പേര് ദളപതി വിജയ് TVK തമിഴക വെട്ടിക്കഴകം. എന്തുകൊണ്ടും ഇവിടെ എന്തായിരുന്നാലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കും. തമിഴ്നാട്ടിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. എന്തായിരുന്നാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. തമിഴ്നാട് മാറി നല്ല രീതിയിൽ മുന്നേറും. എന്തുണ്ടായിരുന്നാലും നല്ല നടക്കട്ടെ. എന്തായാലും കോൺഗ്രസും CPM-ഉം അലയൻസ് വെച്ച് വിജയുമായിട്ട് അലയൻസ് വെച്ചുകൊണ്ട് 118 സീറ്റുമായിട്ട് വിജയുടെ പാർട്ടിയിലെ CM ആയി വിജയ് അങ്ങനെ സ്ഥാനം വയ്ക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് വരെ ഗവർണർ 108 സീറ്റ് എടുത്തിട്ടും മുൻഗണന കൊടുത്തില്ല വിജയുടെ പാർട്ടി. അത് കുറെ പൊളിറ്റിക്കൽ ഇതൊക്കെ ഉണ്ട്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അത് വിജയനെ മനഃപൂർവ്വം ഗവർണർ എടുക്കാത്തതാണ്. കാരണം അതിന് 118 എത്താതെ ഒരു പാർട്ടിക്കും ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എടുക്കാത്തതാണ് ഗവർണർ. എന്നാൽ പക്ഷെ ഇപ്പൊ കോൺഗ്രസും CPM-ഉം കൂടി വന്നത് കൊണ്ട് തീർച്ചയായിട്ടും വിജയുടെ പാർട്ടി 118 സീറ്റ് എന്ന മെജോറിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ദളപതി വിജയാണ്. എന്തുകൊണ്ടും അങ്ങനെ എല്ലാവരും തമിഴ്നാട് മൊത്തം അങ്ങനെ ലോകം മൊത്തം അത് ഇന്ത്യ മൊത്തം ഒട്ടാകെ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനായി തമിഴ്നാട് ഇലക്ഷൻ മാറിയിരിക്കുകയാണ്. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് കഴിക്കണം. എന്തായാലും ഉടനെ വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവും. അപ്പൊ എന്താ ഫാൻസ് അത് വിജയ് ആരാധകർക്ക് അടിച്ച് അറമാതിച്ച് ഉല്ലസിച്ച് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും എത്രയോ പേര് ഒറ്റ വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥികൾ, ഒരു 2-3 സ്ഥാനാർത്ഥികളുണ്ട് വിജയുടെ പാർട്ടിയിൽ. സത്യമാണ്. അതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായിരുന്നാലും എല്ലാം നല്ലതിന് വേണ്ടി ആകട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ, എല്ലാം നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ,
അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയും ഭ്രാന്തൻ ഉടൻ വരികയാണ്. ബൈ ഫ്രം ഭ്രാന്തൻ.